എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറിലേക്ക് സ്വാഗതം. ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജനുവരി 2026 മുതൽ ഡിസംബർ 2026 വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലം എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷന് താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ജനുവരി 2026 മുതൽ ഡിസംബർ 2026 വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലം ഉത്രാടം നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Four of Cups, Ace of Pentacles, Hierophant, Two of Wands, Six of Cups, Nine of Wands. ഈ വർഷം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 4 of Cups എനർജി കണക്ഷൻസ് ആണ്. ആദ്യം തന്നെ പറയുമ്പോൾ മാനസികമായിട്ട് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചു കിട്ടുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒത്തിരി സംഘർഷം അനുഭവിക്കുന്നുണ്ടാവാം. അപ്പോൾ ഈ ഒരു വർഷം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇമോഷണലി നിങ്ങൾ ആഗ്രഹിച്ച ഒരു നിങ്ങൾക്ക് ആ ഒരു തരം സൗഹൃദമായിക്കൊള്ളട്ടെ, ചില ബന്ധങ്ങൾ ചില സാഹചര്യത്തിൽ നിങ്ങൾ ഇമോഷണലി പുറകോട്ടേക്ക് ഉൾവലിഞ്ഞു പോയിട്ടുണ്ടാവും, പല സാഹചര്യങ്ങളും സിറ്റുവേഷൻസ് കൊണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം ഇതുവരെ നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്കൊരു ഇമോഷണൽ സ്പേസ് വേണമെന്ന് ചിന്തിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അതിനൊരു അവസരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ഫാമിലിയിലായിരിക്കും നിങ്ങൾക്കൊരു സ്പേസ് ഉണ്ടായിരുന്നിരിക്കില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു സ്പേസ് വേണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുകയാണ്. ആവശ്യത്തിൽ കവിഞ്ഞ് അതാര് തന്നെയായാലും, സഹോദരങ്ങളായാലും അച്ഛനമ്മമാരായാലും ഭാര്യ ഭർത്താക്കന്മാരായാലും, ഒരാവശ്യത്തിൻ്റെ അപ്പുറത്തേക്ക് ഊബറായിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു കയറ്റം നിങ്ങളെ അസ്വസ്ഥരാക്കുന്നുണ്ട്. അത് ഇതുവരെ നിങ്ങൾ തുറന്ന് സംസാരിച്ചിട്ടില്ലെങ്കിൽ അതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കുന്നു. ആ ഒരു എനർജി കാണിക്കുന്നുണ്ട്. ഇവിടെ ചില ആളുകളെ സംബന്ധിച്ച് പോസ്റ്റ് പാർട്ടം എനർജീസ്, പോസ്റ്റ് പാർട്ടം ബ്ലൂസ്, പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എനർജീസ് ഉണ്ട്. അപ്പോൾ ഇനി അടുത്ത സമയത്ത് പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് ഡ്യൂ ഡേറ്റ് ഉള്ളവരാണ് എങ്കിൽ ഒക്കെ നിങ്ങൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ചുറ്റുമുള്ളവരുടെ സപ്പോർട്ട് വളരെ അനിവാര്യമാണ്. അപ്പോൾ ചില ആളുകൾ വളരെ ആങ്ഷ്യസ് ആയിരിക്കും സിറ്റുവേഷൻ, അതായത് ഒരു കുട്ടിയാകുമ്പോൾ പല മാറ്റങ്ങളും ജീവിതത്തിൽ വരുന്നതിൻ്റെ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഫാമിലി നല്ല സപ്പോർട്ട് വേണം. നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു വർഷം കുട്ടി വരുന്നു എങ്കിൽ, അതേപോലെ നിങ്ങളാണ് പ്രഗ്നൻ്റ് ആവുന്നതെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ മറ്റുള്ളവരായിട്ട് സംസാരിക്കുക. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസോ ഫീലിങ്സോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് വെറും തോന്നലായിട്ട് വയ്ക്കാതെ ഇരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു സ്പേസ് അനിവാര്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിപ്പോൾ ആരിൽ നിന്നായാലും, ഇപ്പോൾ ഈ പ്രഗ്നൻസി സിറ്റുവേഷൻ ആണെങ്കിലും കുട്ടിയുടെ കൂടെ മാത്രം ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല. അപ്പോൾ എല്ലാവർക്കും അത് ഒരേപോലെ ആവണമെന്നില്ല. അപ്പോൾ അത് മനസ്സിലാക്കാനും ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ചുറ്റുമുള്ളവരെ മനസ്സിലാക്കിക്കുക. നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കുക. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് പുതിയൊരു തുടക്കമാണ് ജീവിതത്തിൽ. അപ്പോൾ ജീവിതത്തിൽ ഇപ്പോൾ മാനസികമായിട്ടൊരു പുതിയ തുടക്കം ഈ ഒരു വർഷം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടും പുതിയ തുടക്കം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സമൃദ്ധിയും ഐശ്വര്യവും ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു, ആഗ്രഹിച്ച പല കാര്യങ്ങളും നേടിയെടുക്കുന്നു. എക്സ്ട്രീംലി പോസിറ്റീവായിട്ടുള്ളൊരു സമയത്തിലേക്കാണ് കടക്കുന്നത്. സക്സസ് ആണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും സംരംഭങ്ങളും കാര്യങ്ങളും തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിന് പറ്റിയൊരു വർഷം തന്നെയാണ്. തുടങ്ങുന്ന കാര്യങ്ങൾ വളരെ നല്ല വിജയ സാധ്യതകളുള്ളതായിട്ടും സൂചിപ്പിക്കുന്നുണ്ട്. പുതിയൊരു വെഞ്ചർ നിങ്ങൾ സാധ്യമാകുന്നു, അതിന് വേണ്ടുന്ന ലോൺ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്നു, അതിന് പുതിയ ലോൺ ലഭിക്കുന്നത് സാമ്പത്തിക കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സിറ്റുവേഷൻസിൽ, അതേപോലെ പുതിയ പുതിയ പല കാര്യങ്ങളും ജീവിതത്തിൽ നേടാൻ വേണ്ടിയിട്ട് ഉള്ള സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് ക്ഷമയും സ്ഥിരതയുമാണ് വേണ്ടത്. പേഴ്സിസ്റ്റൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം. ഒരു കാര്യം ചെയ്തിട്ട് ഒരു എന്തെങ്കിലും തടസ്സം വന്നാൽ അപ്പം അതവിടെ ഇട്ടിട്ട് പോവുക, എനിക്കിതൊന്നും ശരിയാവില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥിരമായിട്ടുള്ളൊരു സ്വഭാവം അതാണെങ്കിൽ എന്തെങ്കിലും ഒരു കൊച്ചു തടസ്സം വന്ന് ഓക്കെ ഇതും ഇങ്ങനെയാണ്, ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന ചിന്തയിലേക്ക് പെട്ടെന്ന് പോവാതെ
ഓക്കെ എന്താണ് തടസ്സം, എന്തൊക്കെ ചെയ്യാം, എന്തെങ്കിലും അതിന് ചെയ്യാനുണ്ടാവും. ഏതൊരു ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിന് എന്തായാലും ഒരു സൊല്യൂഷൻ ഉണ്ടാവും ഈ ലോകത്തിൽ. അപ്പോൾ സൊല്യൂഷൻ നിങ്ങൾ കണ്ടെത്തി അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഡോണ്ട് ഗീവ് അപ്പ് ചെയ്യുന്നവർക്കുള്ളൊരു വർഷമല്ല ഇത്. ഗീവ് അപ്പ് ചെയ്യുന്നില്ല, വിട്ട് കളയുന്നില്ല എങ്കിൽ നിങ്ങൾ വിജയത്തിൽ തന്നെ എത്തിയിരിക്കും. വിജയത്തിൻ്റെ ആ ഒരു കിരീടം നിങ്ങൾ തന്നെ ചൂടും എന്നുള്ളതാണ്. ഭക്തിമാർഗത്തിലൂടെയും സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ കാരണം ഒന്ന് ഫിനാൻഷ്യലി, ഇമോഷണലി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ലൈഫിൽ മാറ്റം വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ ദൈവത്തോട് കൂടുതൽ എടുക്കുന്നു, ആത്മീയതയിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലുന്നു. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി ദൈവവിശ്വാസിയാണ്, ആത്മീയ കാര്യങ്ങൾ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് എങ്കിൽ ഈ ഒരു വർഷം അത് കുറച്ചുകൂടി ചിട്ടയോടുകൂടി ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ ഒക്കെ പോകുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ കൃത്യമായിട്ട് ഇന്ന ദിവസങ്ങളിൽ, ഇപ്പോൾ ഞായറാഴ്ച കൃത്യമായിട്ട് പള്ളിയിൽ പോകുന്നു, അല്ലെങ്കിൽ ഇന്ന ദിവസം ക്ഷേത്രത്തിൽ പോകുന്നു, അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിൽ പോകുന്നു, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ചിട്ട ഉണ്ടാവും. ആ ചിട്ട കൃത്യമായിട്ട് നിങ്ങൾ പാലിക്കുന്നു. ആത്മീയതയിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലുന്നുണ്ട്, മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, യോഗ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ്. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ബിലീഫ് സിസ്റ്റത്തിൽ ചെറിയ മാറ്റങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ബിലീഫ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒന്നുകിൽ നിങ്ങളുടെ മതപരമായിട്ടുള്ള ആചാരങ്ങളോ അല്ലെങ്കിൽ ആത്മീയപരമായിട്ട് മതപരമായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടാവാം. അതല്ല എങ്കിൽ നിങ്ങളുടെ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെടുത്തി സിറ്റുവേഷൻ ആവരുത്. എല്ലാത്തിലും ഒരു പൊളിറ്റിക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങളുടെ പ്രത്യയശാസ്ത്രം, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ, രീതികൾ അടുത്തിടെയായിട്ട് നിങ്ങൾക്കത് ഒട്ടും സഹിക്കാൻ പറ്റാതെ ആയിട്ടുണ്ടാവാം. ഇത്രയും വർഷങ്ങളായിട്ട് നിങ്ങൾ ചിലപ്പോൾ പാരമ്പര്യമായിട്ട് ഒരു പാർട്ടിയിലുള്ളവരായിരിക്കാം. പക്ഷേ ഈ അടുത്തിടെ നടന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചിട്ടില്ല, മറ്റുള്ളവരിൽ നിന്ന് കാണുന്നതോ കേൾക്കുന്നതോ അല്ല, നിങ്ങൾക്ക് സ്വയം അനുഭവയോഗ്യമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഫൈനലി മാറി ചിന്തിക്കാൻ തുടങ്ങുന്നു. പാർട്ടി എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് മനുഷ്യരെ സ്നേഹിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് 2 of Wands എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ആഗ്രഹ സബലീകരണത്തിൻ്റെ വർഷമാണ്. ആഗ്രഹിച്ച കാര്യങ്ങൾ ഡ്രീം കം ട്രൂ ആണ്. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിച്ചവർക്ക് അതിനുള്ള സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 2 of Wands എനർജി കണക്ഷൻസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ത് മാറ്റമാണ് നിങ്ങൾ ആഗ്രഹിച്ചു, ആ മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ്. സോ യു ആർ സെയിങ് നിങ്ങളുടെ എന്താ പറയുക കാർഡ്സ് പറയുന്നതെന്ന് വെച്ചാൽ യെസ് ആണ് ചില കാര്യങ്ങളിൽ. അപ്പോൾ നിങ്ങൾ സംശയം ഉണ്ടാവും ഇതുമായിട്ട് മുന്നോട്ടേക്ക് പോകണം, കാരണം നിങ്ങൾക്ക് മടി അല്ലെങ്കിൽ ഉൾഭയമുള്ള ചില കാര്യങ്ങൾ, അത് ചിലപ്പോൾ ബിസിനസ് ആയിരിക്കാം, എന്തെങ്കിലും പ്രോബ്ലംസ് ആയിരിക്കാം, ഇനി ഇതുമായിട്ട് മുന്നോട്ടേക്ക് പോകണം എന്നുള്ളത്. അതൊക്കെ തീർച്ചയായിട്ടും മുന്നോട്ടേക്ക് തന്നെ പോവുക, വിട്ട് കളയാതിരിക്കുക എന്നുള്ളതാണ്. സപ്പോർട്ട് ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിദേശത്തേക്ക് പോകാൻ ശ്രമിച്ചിട്ട് എന്തെങ്കിലും ഡോക്യുമെൻറ്റേഷൻ പ്രശ്നങ്ങൾ വന്നാൽ അതിനുവേണ്ടി വീണ്ടും ശ്രമിക്കുക. കാരണം തീർച്ചയായിട്ടും അതിനുള്ള സാധ്യതയുണ്ട്. ഇപ്രാവശ്യം അത് നടക്കുന്നു. ഇതിനു മുമ്പ് ശ്രമിച്ചിട്ട് നടക്കാതെ പോയ കാര്യങ്ങളൊക്കെ ഈ വർഷം ശ്രമിച്ചാൽ അത് സാധ്യമാകുന്നു. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പോകുന്നതോ ഉദ്യോഗമായിട്ട് പോകുന്നതിനോ ഒക്കെ സാധ്യതകൾ സൂചിപ്പിക്കുന്നുണ്ട്. 6 of Cups എനർജിയാണ്. അപ്പോൾ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ചില നല്ല നല്ല ബന്ധങ്ങൾ തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു പക്ഷേ നിങ്ങളുടെ സൗഹൃദങ്ങൾ സ്കൂൾ കോളേജ് കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സൗഹൃദങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഫാമിലിയായിട്ട്, ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ഫാമിലിയിലുള്ള ആരെങ്കിലും ഇപ്പോൾ നമ്മൾ പറയലോ അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂടെ ഒളിച്ചോടി പോയിട്ട് വിവാഹം കഴിച്ച അങ്ങനത്തെ ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെ പോയിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് വീട്ടുകാരായിട്ട് വഴക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാവും. അപ്പം മിണ്ടാതിരിക്കുന്നതിൽ നിന്ന് ഈ ഒരു വർഷം വീണ്ടും തിരിച്ചു വരികയാണ്. അപ്പം വീണ്ടും ഫാമിലി ഒരുമിച്ച് ചേരുന്നു, ഫാമിലിയുടെ ഒത്തുകൂടല്ല. അപ്പം അങ്ങനെ ബന്ധങ്ങൾ വീണ്ടും തിരിച്ച് കൂടിച്ചേരുന്നതിൻ്റെ ഒരു സാഹചര്യവും ഈ ഒരു വർഷത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ 9 of Wands എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ പലരെയും സംബന്ധിച്ചിടത്തോളം ഇത് ജീവിതം അവസാനിച്ചു എന്ന് തുടങ്ങുന്നിടത്ത് നിന്ന് പുതിയൊരു ജീവിതം തുടങ്ങുന്ന ഒരു വർഷമായിരിക്കും എന്നുള്ളത് കാണിക്കുന്നത്. ഇവിടെ ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ പഴി കേട്ടിട്ടുള്ള ഒരാളാണ്, ചെയ്ത് കുറ്റത്തിനാണെങ്കിലും ചെയ്യാത്ത കുറ്റത്തിനാണെങ്കിലും. ഇപ്പോൾ മറ്റുള്ളവരാൽ പഴി കേട്ടിട്ട് 4 പേരുടെ മുമ്പിൽ കുറച്ച് നാണക്കേടൊക്കെയായിട്ട് ജീവിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളാൽ പറ്റിയ അബദ്ധത്തിൽ നിങ്ങൾ ഒരുപക്ഷെ ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ടാവാം, നിങ്ങൾ അപമാനം കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവാം, ദുഷ്പേര് കേൾക്കേണ്ടി, ഇങ്ങനെയൊക്കെയുള്ള ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളവരും ഇനി ജീവിതമൊന്നും ഇല്ല, അല്ലെങ്കിൽ ആളുകളുടെ മുഖത്ത് നോക്കാനുള്ള ഭയം, നാണക്കേട്, ഇതൊക്കെ കൊണ്ട് ഉൾവലിഞ്ഞ് ജീവിക്കുന്നവർ
അത് കഴിഞ്ഞു പോയ കാലമാണ്. അത് തെറ്റ് ചെയ്തു, അതിനുള്ള ശിക്ഷ അനുഭവിച്ചു. ഇനി ജീവിതകാലം മുഴുവൻ ആ തെറ്റിന് വേണ്ടിയിട്ട് ജീവിതം ഹോമിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു ചിന്തയിൽ ജീവിതത്തിൽ നിങ്ങൾ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുകയാണ്. ഇത് പലർക്കും സാധ്യമാകുന്ന കുറ്റങ്ങൾ അല്ലാണ്ട് നോർമലായിട്ടുള്ള ആളുകളും ജീവിതത്തിൽ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും ഈ ഒരു വർഷം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.